പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ലാബ് 6 സൊല്യൂഷൻസ് ഓഫ് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് എന്ന ലാബിൻ്റെ 6.4 എന്ന ആക്ടിവിറ്റി ആണ് ഇന്നിവിടെ ഡിസ്കഷൻ എടുക്കുന്നത്. നമ്മൾ 6.1ലും 6.2ലും 6.3ലുമായി സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് ഇവയുടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ കാണുന്ന ഗ്രാഫിക്കൽ മെത്തേഡിൽ ജനറൽ സൊല്യൂഷൻ കാണുന്ന വിധം ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇത് നമ്മൾ സൊല്യൂഷൻസ് ഓഫ് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ഇൻ ജനറൽ എന്ന സെക്ഷനായ 6.4 ആണ് ഡിസ്കഷൻ എടുക്കുന്നത്. ആദ്യമായി നമ്മൾ ഒരു നേരത്തെ പോലെ തന്നെ ഇൻറ്റിജർ സ്ലൈഡർ ഡെവലപ്പ് ചെയ്യുന്നു. സ്ലൈഡർ ഓക്കെ, ഇൻറ്റിജർ 1 to 36, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 to 36 ഡിവിഷൻ വരുന്ന രൂപത്തിൽ ഒരു ഇൻറ്റിജർ സ്ലൈഡർ എടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് ആക്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എക്സ് ആക്സിനെ ഡിവൈഡ് ചെയ്യുന്നു. ഡിസ്റ്റൻസ് പൈ ബൈ എൻ എന്ന രൂപത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. കാരണം 0 to π നമ്മൾ 36 ഈക്വൽ ഡിവിഷനാക്കി മാറ്റാം എന്നുള്ള ധാരണയിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് n = 1 ആവുമ്പോൾ π 2π 3π എന്നാണ്. ഞാനത് മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു 6-ലൊക്കെ എത്തി നിർത്തിക്കാം. n = 6 എന്നൊരു കേസിൽ ഞാൻ നിർത്തുന്നു. അതിനുശേഷം ഞാൻ f of x എന്ന് പറഞ്ഞ് f of x ഡിഫൈൻ ചെയ്യാം. f of x നമുക്ക് ഈക്വൽ ടു സൈൻ എക്സ്. നമുക്ക് കാണേണ്ടത് ഇവിടെ ടേബിളിൽ കാണേണ്ടത് സൈനും കോസും. സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്, സൈൻ 2x ഈക്വൽ ടു കോസ് എക്സ്, കോസ് 2x ഈക്വൽ ടു സൈൻ എക്സ്, അങ്ങനെയുള്ള വാല്യൂസാണ് കാണേണ്ടത്. അതുകൊണ്ട് ഞാൻ സൈൻ എക്സ് എന്ന് എഫ് ഓഫ് എക്സിന് കൊടുക്കുകയാണ്. സൈൻ എക്സ് ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതിന് കോസ് എക്സ്, ജി ഓഫ് എക്സിന് കോസ് എക്സിന് കൊടുക്കുകയാണ്. കോസ് എക്സ് ഓക്കെ, അത് രണ്ടും വന്നിട്ടുണ്ട്, രണ്ട് ഗ്രാഫുകൾ വന്നിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ഫംഗ്ഷനായിട്ട് എടുക്കുന്നത് എഫ് മൈനസ് ജി. കാരണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള രൂപത്തിലാണ്. ഇത് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്ന രൂപത്തിലാകുമ്പോൾ വൺ സൈഡിലേക്ക് വരുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്നാണല്ലോ വരിക. നമ്മൾ നോക്കൂ, ടേബിളിലെ വാല്യൂസൊക്കെ വൺ സൈഡിൽ സൈൻ എക്സ്, അതർ സൈഡിൽ കോസ് എക്സ് എന്നാണ്. അത് വൺ സൈഡിലേക്ക് വരുമ്പോൾ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്നാണ് വരിക. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആയും ജി ഓഫ് എക്സ് കോസ് എക്സും ആയി എടുത്തിട്ടുള്ളതുകൊണ്ട് അടുത്ത ഫംഗ്ഷൻ എടുക്കേണ്ടത് എഫ് മൈനസ് ജി എന്നടിച്ചാണ്. എഫ് മൈനസ് ജി. ഇവിടെ നമുക്കറിയാം ഈ എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെ സൊല്യൂഷൻ അല്ല നമ്മൾ കാണേണ്ടത്. പകരം എഫ് മൈനസ് ജി ഓഫ് എക്സിൻ്റെ സൊല്യൂഷൻ കാണുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ആവും. അന്നേരം സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്നുള്ള രൂപത്തിലേക്കാവും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഹൈഡ് ചെയ്യാം. ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഗ്രീൻ കളറുള്ള ഫംഗ്ഷനാണ് സൈൻ എക്സ് മൈനസ് കോസ് എക്സിൻ്റെത്. അപ്പോൾ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ സൊല്യൂഷൻ ആയല്ലോ. അപ്പോൾ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഈക്വൽ 0, ദാറ്റ് ഈസ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്നാവും. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ വർക്ക് 6.4 ഒന്നാമത് തന്നിരിക്കുന്ന വർക്ക് ഇതായിരുന്നു. വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ സൊല്യൂഷൻ അറ്റ് വിച്ച് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയാൽ മതി. സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആക്കിയിട്ടുണ്ട്. അതിൽ 0 to 2πയിലുള്ള വാല്യൂസാണ് നമുക്ക് കാണേണ്ടത്. ഒന്നാമത് വരുന്ന വാല്യൂ ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഈ n ലേശം ഒന്ന് മുന്നോട്ട് നീക്കുന്നു. കിട്ടുന്നത് വരെ ഞാൻ നീക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പം π/4 ഒരു വാല്യൂ എന്താണ്? π/4 ആണ്. നമുക്ക് എവിടെ വരെ 0 to 2π ഉള്ള വാല്യൂസ് എടുക്കണം. അടുത്ത 5π/4 ആണ്. ഒന്നാമത്തെ π/4, അടുത്ത 5π/4, 2π ആയാൽ നിർത്താം. 2π ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 2π വരെയുള്ള അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത് എക്സ് ഈക്വൽ ടു π/4ഉം എക്സ് ഈക്വൽ ടു 5π. ഇത് എങ്ങനെ മറ്റേ സൈൻ എക്സും കോസ് എക്സും ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് ഹൈഡ് ചെയ്തൊന്ന് റിവീൽ ചെയ്തു. അപ്പം എനിക്ക് കിട്ടുന്നത് ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഏതൊക്കെ, ഈ സൈൻ എക്സ്, നമ്മൾ സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് നല്ല എടുത്തത്. ആ സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും കർവുകളുടെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണാൻ ഈ പോയിൻറ്റും ഈ പോയിൻറ്റും കണ്ടപ്പോൾ ഈ പോയിൻറ്റിൽ നിന്നും എക്സ് ആക്സിലേക്ക് വരയ്ക്കുന്ന
പ്രപ്പൻഡിക്കുലറാണ് ആദ്യത്തെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ റിലേഷനാണ്, അത് തമ്മിലുള്ള റിലേഷൻ. അതുപോലെ തന്നെ ഈ അടുത്ത sin x ഇതാണ്. sin x എന്ന ഗ്രാഫ് ഇതാണ്. ഈ ഗ്രാഫും അതുപോലെ തന്നെ ഈ ഗ്രാഫും തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമുക്ക് കാണേണ്ടത്. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ സെലക്ഷൻ നടന്നില്ലായിരുന്നു. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ സെലക്ഷൻ എടുത്തിട്ട് ഈ ഗ്രാഫും ഏത് ഗ്രാഫ്, ഈ sin x-ഉം cos x-ഉം തമ്മിൽ ഞാൻ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടി. അതിൻ്റെ പെർപെൻഡിക്കുലർ അല്ലേ 5π/4. അന്നേരം എനിക്ക് മനസ്സിലായത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് f(x - g(x) എന്ന് പറയുന്ന ഒറ്റ ഫംഗ്ഷൻ്റെ, ആ ഫംഗ്ഷൻ്റെ പിന്നെ അത് ഡിഫറൻസ് ഫംഗ്ഷനാണ്. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ഗ്രാഫുകളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് എക്സ് ആക്സിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറുകളുടെ അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റുകളാണ്, ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ എക്സ് കോർഡിനേറ്റുകളാണ് സൊല്യൂഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതൊരു പ്രത്യേകത. മറ്റൊന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ നമുക്കിങ്ങനെ കണ്ടെത്താം. എങ്ങനെ? 0 to 2π ഇടയ്ക്ക് വരുന്ന ഈ, അന്നേരം നമുക്ക് ഈ ഗ്രാഫ് f(x)ൻ്റെ ഹൈഡ് ചെയ്യാം, g(x) ഹൈഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് h(x) കിട്ടിയിട്ടുണ്ട്. അതാണ് sin x - cos x. അതിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് വിളിക്കുന്നത് ഇതാ π/4, 5π/4. എന്നാൽ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ π/4 ആൻഡ് 5π/4. ഇനി ഇതിന് ജനറൽ സൊല്യൂഷൻ കാണാൻ വേണ്ടി ഞാൻ ഈ വാല്യൂകളെ ഒന്ന് സീക്വൻസ് ആക്കാൻ നോക്കട്ടെ. ഒന്ന് π/4, അടുത്ത വാല്യൂ 5π/4, അടുത്തത് 9π/4, അടുത്തത് 13π/4. അതിനെ ഞാനൊരു സീക്വൻസായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ വാല്യൂസ് ഇങ്ങനെയാണ് വരിക. ഒന്ന് ഫസ്റ്റ് വന്നത് 4π/4 അല്ലേ, 4π/4 സോറി π/4. ഫസ്റ്റ് വന്ന വാല്യൂ π/4, സെക്കൻഡ് വന്ന വാല്യൂ 5π/4, തേർഡ് വന്ന വാല്യൂ പിന്നെ 9π/4. അങ്ങനെ പോകുമ്പോൾ അതൊരു AP അരിതമാറ്റിക് പ്രോഗ്രഷനിലാണ് പോണതെന്ന് നമുക്ക് മനസ്സിലാക്കാം. a+n-1 × d, എ എന്ന് പറയുന്നത് π/4, പിന്നെ n-1 × d എന്ന് വിളിക്കുന്നത് 4π/4. അത് കോമൺ ഡിഫറൻസ് 1 ആണ്, ഇവിടെ π ആണ് വന്നത്. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് n-3/4π ദാറ്റ്സ് ഈക്വൽ ടു 4n-3π/4. എന്താണ് 4n-3π/4 എന്ന് വരും. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ അങ്ങനെ എഴുതാം, ജനറലൈസ്, നമ്മൾ കഴിഞ്ഞ 3 സെക്ഷനിലും പറഞ്ഞ പോലെ ജനറലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ? ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ 4n-3 ഇൻറ്റു ബ്രാക്കറ്റ് പുറത്ത് π/4, n ബിലോങ്സ് സെറ്റ് എന്ന് എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ ജനറൽ സൊല്യൂഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കുറച്ച് വാല്യൂസ് സെലക്ട് ചെയ്യുക. ഇവിടുന്ന് ജനറൽ സൊല്യൂഷൻ ഈക്വൽ സെറ്റ് എന്ന് തുടങ്ങിയിട്ട് എക്സെട്ര ഇട്ട് തുടങ്ങിയിട്ട് -7π/4, അടുത്തത് -3π/4, അടുത്തത് π/4, അടുത്തത് 5π/4 എക്സെട്ര എന്ന് എഴുതിയാലും ജനറൽ സൊല്യൂഷനായി. ഓക്കെ, അടുത്ത രണ്ടാമത്തത് sin 2x = cos x ആണ് വേണ്ടത്. അപ്പോൾ sin 2x = cos x കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ഇൻപുട്ട് ബോക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ഇൻപുട്ട് ബോക്സ് ഫോർ sin x എന്ന് പറയുക f ആണ്. എഫിന് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യും, f(x). ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ജിനും ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യും, ജി. ഫംഗ്ഷൻ മാറ്റി കൊടുക്കാനുള്ള സൗകര്യത്തിനാണ്. അതിന് ജിയും ഞാൻ ഓക്കെ ആക്കി. ഇപ്പോൾ f(x) നമുക്കെന്താണ്? sin x ആണ്. അതുപോലെ തന്നെ g(x) cos x ആണ്. ഇതിൽ ഫംഗ്ഷൻ മാറ്റി കൊടുത്താൽ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് sin 2x = cos x എന്നാണ്. അപ്പോൾ നമ്മളിവിടെ sin 2xൻ്റെ ഇവിടെ 2x ആക്കും. ഓക്കെ, cos x ആയി തന്നെ നിൽക്കുന്നു. ഇപ്പോൾ വരുന്ന ഫംഗ്ഷൻ വരുന്ന മാറ്റം നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഒന്ന് π/6 പ്രിൻസിപ്പൽ സൊല്യൂഷനാണ് ഞാൻ പറയുന്നത്. ഇതാ 2π വരെയുള്ള പ്രിൻസിപ്പൽ സൊല്യൂഷൻ പറയണം. ഒന്ന് π/6, മറ്റൊന്ന് π/2, മറ്റൊന്ന് 5π/6, അടുത്തത് 3π/2. ഇത്രയും പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഉണ്ട്. ഒന്നുകൂടെ പറയാം, π/6, π/2, 5π/6,
ആൻഡ് 3π/2 ഇത്രയും പ്രിൻസിപ്പൽ സൊല്യൂഷൻ 2πയുടെ ഇടയ്ക്ക് വരുന്നുണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. അതാണ്. ഇനി അത് ജനറലൈസ് ചെയ്യുമ്പം എനിക്ക് വരുന്നത് നോക്കി π/6. ഈ π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എത്ര വരും? 3π/6 എന്ന് വരുമല്ലോ. അപ്പോൾ ഇതാ 1π/6, 3π/6, 5π/6, പിന്നെ അടുത്തത് എത്രയാണ്? 9π/6. അങ്ങനെ പോകുന്നു. ആ പോകുന്ന വാല്യൂസ് ഒന്നുകൂടെ നോക്കി ശ്രദ്ധിക്കുക. π/6 ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ്റെ രൂപത്തിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം. π/6, π/2 എന്ന് പറയുമ്പോൾ 3π/6, 5π/6, ഓക്കെ, അങ്ങനെ അത് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ഒരു എ പിയുടെ രൂപത്തിലാണെങ്കിൽ അത് എ പിയുടെ a+n-1 എന്നുള്ള രൂപത്തിൽ അത് കണ്ടെത്താൻ ജനറലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. നോക്കിയിട്ട് പറ്റുമെങ്കിൽ അത് തന്നെ എഴുതാം. അതല്ല പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജനറൽ സൊല്യൂഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എക്സെട്ര ഇട്ട് തുടങ്ങാം. എക്സെട്ര ഇട്ട് തുടങ്ങി -11π എക്സെട്ര തുടങ്ങി. അത് ജനറൽ സൊല്യൂഷൻ ഈക്വൽ ടു സെറ്റ് എക്സെട്ര ഇട്ട് തുടങ്ങിയിട്ട് -11π/6, -3π/2, -7π/6, പിന്നെ -π/2, അടുത്തത് π/6, അടുത്തത് π/2, അടുത്തത് 5π/6, എക്സെട്ര. ഇതിലെ ഒരു സീക്വൻസ് ആണ്. ഈ സീക്വൻസ് ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷനിലാണ് പോകുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? a+nth ടൈം കാണാനുള്ള ഫോർമുല ഇതാണ്. a+n-1 എന്ന് കൊടുത്തത് ചെയ്യാൻ പറ്റും. അത് കാണാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതുക. അടുത്തത് നമ്മൾ പറയുന്നത് sin 2x = cos x. അടുത്തത് cos 2x = sin x എന്നാണ്. cos 2x = നമുക്കിവിടെ cos 2 ആക്കാം. വേറെ 2x ആയി. cos 2x = sin x. ഇവിടുത്തെ നമുക്ക് 2 കളയുകയും ചെയ്യാം. 2 കളയുകയും ചെയ്യാം. ഇപ്പോൾ ഇതാണ് cos 2x = sin x-ൻ്റെ ഗ്രാഫ് നമുക്ക് ഫോം ചെയ്യാം. ഇതാണ്. അപ്പം അതിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാ ഇവിടെ ഒരു π/6 ഉണ്ട്, ഒന്ന്. അടുത്ത 5π/6 ഉണ്ട്. അടുത്ത 2π വരെ പോകണ്ടു. ഇത് π വരെ എത്തിയിട്ടുള്ളൂ. അടുത്തത് ഇതാ ഇവിടെ ഒരു ടച്ചിങ് പോയിൻ്റ് ഉണ്ട്. 3π/2 ഉണ്ട്. അപ്പോൾ അത് 3 വാല്യൂസ് നമുക്ക് കാണുന്നത്. ഒന്ന് π/6, മറ്റൊന്ന് 5π/6, മറ്റൊന്ന് 3π/2. ഞാൻ പറഞ്ഞു ഇതെല്ലാം നമ്മൾ f(x)ൻ്റെയും g(x)ൻ്റെയും ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റിൻ്റെ വേണമെങ്കിൽ കാണിച്ചു തരാം. പോയിൻറ്റുകൾ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇതാണ് ഒരു ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ്. അതിൻ്റെ പെർപെൻഡിക്കുലർ പോയിൻ്റ് ഉണ്ടാവും. എക്സ് ആക്സിലുള്ള പെർപെൻഡിക്കുലർ അങ്ങനെയും കണ്ടെത്താൻ പറ്റും ഗ്രാഫ് വരച്ചിട്ട്. അടുത്ത നമ്മൾ വന്ന പോയിൻ്റ് നോക്കി 3π/4. അതിൻ്റെ ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ടാവും. 2 ഗ്രാഫ് ഇൻ്റർസെക്റ്റ് ചെയ്ത് കാണുന്നല്ലോ. അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഈ പോയിൻ്റാണ് അല്ലേ. അത് താഴെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ഇവിടെ ഇൻ്റർസെക്റ്റ്. അതിൽ ഈ രണ്ട് എഫിൻ്റെയും ജിൻ്റെയും കർവുകളുടെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റിൻ്റെ പെർപെൻഡിക്കുലർ മീറ്റിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ്, അല്ലെങ്കിൽ എക്സ് ആക്സിലേക്ക് പെർപെൻഡിക്കുലർ ആണ്, അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ് ആണ് അതിൻ്റെ സൊല്യൂഷനായി വരുന്നത് എന്നൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം. ഒന്നുകൂടെ പറയാം. h(x) എന്ന് പറയുന്നത് f(x) = g(x) ആകുമ്പോൾ, അല്ലെങ്കിൽ f(x) - g(x) ആകുമ്പോൾ, f(x) = g(x) തന്നെ പറയാം. f(x) = g(x) ആകുമ്പോൾ f(x) എന്ന കർവിൻ്റെയും g(x) എന്ന കർവിൻ്റെയും ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് സൊല്യൂഷൻ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയും. ഓക്കെ. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് cos 2x = cos x. അത് നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ പറ്റും. ഒരു ബോക്സിൽ cos 2x ആക്കുക, അടുത്ത ബോക്സിൽ cos x ആക്കാം. ഇനി ഒരു ഡിഫറൻ്റായി വന്ന ഒന്നാണ് 5th ക്വസ്റ്റ്യൻ ആണ്. sin 2x + cos x = 0 എന്നാണ്. അപ്പോൾ നമ്മൾ വൺ സൈഡിലേക്ക് എടുക്കുമ്പോൾ sin 2x = -cos x എന്ന് വരും. അതെന്താ വരിക? sin 2x f(x) നമുക്ക് sin 2x നോക്കാം. sin 2x = cos -cos x എന്നാണ്. -cos x ഇത് കൊടുക്കുന്നു. അപ്പോൾ വരുന്നത് നോക്കാം. കർവ് നോക്കി sin 2x + cos x = 0. ദാറ്റ് ഇംപ്ലൈസ് sin 2x = -cos x. എന്നറിയാൻ sin 2x കൊടുത്തു, -cos x കൊടുത്തു. ഇതാണ് ഇതിൻ്റെയും നമുക്ക് ഈ ഒരുപാട് ഗ്രാഫുകൾ നമുക്ക് പ്രയാസം ഉണ്ടാക്കി വെക്കും. നമ്മൾ f(x) ഹൈഡ് ചെയ്യുന്നു, g(x) ഹൈഡ് ചെയ്യുന്നു, h(x) ഹൈഡ് ചെയ്യുന്നു.
എച്ച് ഓഫ് എക്സ് എഴുതിയുണ്ട്. എച്ച് ഓഫ് എക്സ് നമ്മുടെ റിക്വയർഡ് ഗ്രാഫ്. ഇപ്പോൾ ഇതിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് π/2 ഉണ്ട്, മറ്റേ 7π/6 ഉണ്ട്, π/2 ഉണ്ട്, 7π/6 ഉണ്ട്, 3π/2 ഉണ്ട്, 2π വരെയുള്ളതാ. എവിടെയാണ് 2π നോക്കാം, ഇവിടെ വരെ 2π. അപ്പോൾ ഒരു 11π/6 ഉണ്ട്. ഇത്രയും പ്രിൻസിപ്പൽ സൊല്യൂഷൻസും ഇതിനെയും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊരു API ആയിട്ട് ഫോം ഉണ്ട്, എല്ലാ ഫോമും കറക്റ്റായി വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി, ജനറൽ സൊല്യൂഷൻ ഈക്വൽ ടു എക്സെട്ര സെറ്റ് എഴുതിയിട്ട് എക്സെട്ര എഴുതിയിട്ട് നമ്മൾ ഈ വാല്യൂസ് ഇതാ -3π/2, -5π/2, -11π/2, -π/6, π/2, 7π/6 എക്സെട്ര എന്ന് എഴുതി കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ. അതിനെ ജനറലൈസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യൻ sin 2x + sin 3x. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ sin 2x ഈക്വൽ ടു -sin 3x നിലവരെ, അല്ലെങ്കിൽ sin 2x ഈക്വൽ ടു എന്ന് മാറ്റുന്നു -sin 3x. ഇതാണ് നമ്മൾ പുട്ട് ചെയ്യുന്നത്. നോക്കി വരുമ്പോൾ സംതിങ് റോങ്. നമ്മളിതിൽ പുട്ട് ചെയ്യുന്നത് -sin 3x പുട്ട് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് വേണം, അതാണ് മിസ്റ്റേക്ക് പറ്റിയത്. ബ്രാക്കറ്റിനുള്ളിൽ 3x എന്ന് പുട്ട് ചെയ്യണം, ബ്രാക്കറ്റ് ഇട്ടിട്ട് ആംഗിൾ പുട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ഈ കർവ്. ഈ sin 2x + sin 3x = 0 എന്ന കർവിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് നമുക്കിവിടെ കിട്ടുന്നില്ല. കിട്ടുന്നത് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അങ്ങോട്ട് മൂവ് ചെയ്യിച്ച് ആ വാല്യൂ വരുന്നത് വരെ ഞാൻ മൂവ് ചെയ്യിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ 2π/5 കറക്റ്റല്ലേ നോക്കി. ഇതാ 2π/5 പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് 4π/5 പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ പയ്യിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. 6π/5 പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ 2π വരെ പോകണ്ടു. ഓക്കെ 2π 8π/5 പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ 33 7 1 പോയിൻ്റല്ലേ വരുന്നുള്ളൂ. 2π വരെ പോകാം. 2π. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇത്രയും പ്രിൻസിപ്പൽ സൊല്യൂഷൻ വരുന്നുണ്ട്. 2π എടുക്കേണ്ട, അതിൻ്റെ ഇടയ്ക്കുള്ളത് എടുത്താൽ മതി. ഒന്ന് 8π/5, മറ്റൊന്ന് 6π/5, വേറൊന്ന് π, അടുത്തൊന്ന് 4π/5. അത് സീക്വൻസ് ആവുന്നില്ല അത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല. 2π/5 ഇതിനൊരു സീക്വൻസ് AP ഒന്നും അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0 to 2πയിലുള്ള സൊല്യൂഷൻസ് എടുത്തെഴുതുക. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് സെറ്റ് എക്സെട്ര എന്ന് തുടങ്ങിയിട്ട് ഇവിടുത്തെ കുറച്ച് വാല്യൂസും അത് ഓർഡറിൽ എഴുതുക. ഇവിടുത്തെ -4π/5, -2π/5, പിന്നെ 0, 2π/5, 4π/5, എക്സെട്ര എന്ന് എഴുതി കഴിഞ്ഞാൽ സൊല്യൂഷനാണ്, ജനറൽ സൊല്യൂഷനാണ്. ഇങ്ങനെയാണ് നമ്മളുടെ ലാബ് വർക്ക് 6.4ൻ്റെ കൺക്ലൂഷൻ. ഓക്കെ, താങ്ക് യു.